ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ബേസിക് സയൻസ് ആണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ക്ലാസ്സോടെ നമ്മൾ ബേസിക് സയൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ അത് പോയി കാണണേ. ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് സോഷ്യൽ സയൻസിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്നുള്ള ചാപ്റ്ററാണ് പഠിക്കാനുള്ളത് കേട്ടോ. വലിയൊരു ചാപ്റ്ററാണ്, നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് പോയിന്റ്സ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അതുകൊണ്ട് എല്ലാവരും ഒരു പെന്നും ബുക്കും ഒക്കെ എടുത്ത് ഞാൻ റെഡി ആയിട്ട് നിൽക്കട്ടോ പോയിന്റ്സ് ഒക്കെ എഴുതാനായിട്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ 7th സോഷ്യൽ സയൻസിലെ 12ാമത്തെ ചാപ്റ്റർ ആണ് ചരിത്രത്തിന്റെ ആധാരശിലകൾ. ഈ ഒരു പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ വീനം തുറമുഖത്തിന്റെ ചരിത്രമാണ് കേട്ടോ പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വീനം. പ്രാചീന കാലം മുതൽക്ക് തന്നെ ചരിത്രപരവും വാണിജ്യപരവുമായ പ്രാധാന്യം ഏറെയുള്ള തീരപ്രദേശമാണിത്. പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വീനം എന്ന് സംഘകാല സാഹിത്യകൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വീനം. പ്രാചീന കാലം മുതൽക്ക് തന്നെ ചരിത്രപരവും വാണിജ്യപരമായിട്ടുള്ള പ്രാധാന്യം ഏറെയുള്ള പ്രദേശമാണിത്. അതുപോലെ പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വീനം എന്ന് സംഘകാല സാഹിത്യകൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും ഈ പ്രദേശം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഒരു തുറമുഖം എന്ന നിലയിലും അതുപോലെ തന്നെ എന്താണ് വ്യാപാര കേന്ദ്രം എന്ന നിലയിലും ഈ പ്രദേശം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖവും അതുപോലെ തന്നെ ഒരു വ്യാപാര കേന്ദ്രവുമായിരുന്നു വീനം. CE 9-10 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലെ ആയ് രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു വീനം എന്ന് ശിലാലിഖിതങ്ങളും മറ്റ് ചരിത്ര രേഖകളും സൂചിപ്പിക്കുന്നു. ലീലാതിലകത്തിന്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണപിഷാരടി പാണ്ഡ്യന്മാരാൽ പരാജിതരായ ആയ് കുടുംബം ആയിക്കുടി ഉപേക്ഷിച്ച് വീനത്തേക്ക് കുടിയേറിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉദ്യോധന സൂരി എന്ന ജൈനമുനി രചിച്ച കൂവലയമാല എന്ന കൃതിയിൽ വീനത്തെ വിജയപുരി എന്ന് പരാമർശിച്ചിരിക്കുന്നു. പാണ്ഡ്യരാജാവായ നെടുഞ്ചേയന്റെ ശാസനത്തിൽ ഇവിടത്തെ കോട്ടയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ലീലാതിലകത്തിന്റെ വ്യാഖ്യാനം ആരാണ് എഴുതിയത്? ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? പാണ്ഡ്യന്മാരാൽ പരാജിതരായിട്ടുള്ള ആയ് കുടുംബം ആയിക്കുടി ഉപേക്ഷിച്ച് വീനത്തേക്ക് കുടിയേറിയതായിട്ട് ഈ ഒരു ലീലാതിലകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഉദ്യോധന സൂരി എന്ന ജൈനമുനി രചിച്ച കൂവലയമാല എന്ന കൃതിയിൽ വീനത്തെ വിജയപുരി എന്നും പരാമർശിക്കുന്നുണ്ട്. കുവലയമാല എന്ന കൃതി രചിച്ചത് ആരാണ്? ഉദ്യോധന സൂരി എന്ന ജൈനമുനി രചിച്ചൊരു കൃതിയാണ് കുവലയമാല. ഈ ഒരു കൃതിയിലാണ് വീനത്തെ വിജയപുരി എന്ന് പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ വിജയപുരി എന്ന് മറ്റൊരു പേര് എന്തിനുണ്ടായിരുന്നു? വീനം തുറമുഖത്തിനുണ്ടായിരുന്നു. ഇനി പാണ്ഡ്യ രാജാവായ നെടുഞ്ചേയന്റെ ശാസനത്തിലും ഇവിടത്തെ കോട്ടയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഘകാലഘട്ടത്തിൽ തന്നെ വീനം ഒരു സുപ്രധാന വാണിജ്യ തുറമുഖ കേന്ദ്രമായിരുന്നു എന്ന് വിദേശ സഞ്ചാര സാഹിത്യകൃതിയായ പെരിപ്ലസ് ഓഫ് ദി എർത്തിയൻ സീ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പെരിപ്ലസ് ഓഫ് ദി എർത്തിയൻ സീ എന്ന ഗ്രന്ഥത്തിലും ഈ ഒരു വീനം തുറമുഖത്തെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഉദ്ഖനനങ്ങളിൽ ഈ പ്രദേശത്തിന്റെ സമീപത്തായി നിലനിന്നിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടപ്പുറം എന്ന സ്ഥലനാമം ഇപ്പോഴും വീനത്തിന് സമീപത്തുണ്ട്. ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ പാത്രങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, റോമൻ നാണയങ്ങൾ എന്നിവ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ പുരാവസ്തു തെളിവുകൾ പ്രാചീന കാലത്തെ വിദേശ വ്യാപാര ബന്ധത്തിന്റെ സൂചനകളായി കണക്കാക്കാം. ഇവിടെ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ഗുഹാക്ഷേത്രം ഒരു പ്രദേശത്തിന്റെ പൗരാണികത വ്യക്തമാക്കുന്നു. വിവിധ ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ടവർ സഹിഷ്ണുതയോടെ വസിക്കുന്ന ഈ പ്രദേശത്ത് വ്യത്യസ്ത മതസ്ഥരുടെ ധാരാളം ആരാധനാലയങ്ങൾ കാണാം. അപ്പോൾ ചരിത്രത്തിൽ വീനം തുറമുഖത്തിന്റെ പ്രാധാന്യമാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ പറയുന്നത്. വിവിധ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവർ സഹിഷ്ണുതയോടെ വസിക്കുന്ന ഈ ഒരു പ്രദേശത്ത് വ്യത്യസ്ത മതസ്ഥരുടെ ധാരാളം ആരാധനാലയങ്ങളൊക്കെ കാണാൻ പറ്റും. പ്രാചീന തുറമുഖമായിരുന്ന വീനം ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു തുറമുഖ കേന്ദ്രമായി മാറിയിരിക്കുന്നു. അപ്പോൾ ചരിത്രത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരു തുറമുഖമായിരുന്നു വീനം. അത് ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു തുറമുഖ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വീനം തുറമുഖം എന്നായിരുന്നു ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഈ ഒരു വർഷാലെ 2025 മെയ് 2 നരേന്ദ്രമോദി ആയിട്ട് ഉദ്ഘാടനം ചെയ്തത്.
ഈ ഒരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. 2025 മെയ് 2. അപ്പോൾ ഇതൊരു പ്രാദേശിക ചരിത്ര കുറിപ്പാണ് അല്ലേ. ഈ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ എന്തെല്ലാം സ്രോതസ്സുകളെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതാണ്. പുരാവസ്തു തെളിവുകളുണ്ട്, അതുപോലെ ലിഖിതങ്ങളുണ്ട്, സാഹിത്യ കൃതികളുണ്ട്, അതുപോലെ സംഘകാല കൃതികൾ, ഇപ്പോഴും നിലനിൽക്കുന്ന ആരാധനാലയങ്ങൾ, ഇവയൊക്കെ എന്താണ് ഈ ഒരു തുറമുഖത്തിന്റെ ചരിത്രത്തിന് തെളിവുകളാണല്ലേ. ഇത്തരത്തിൽ തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയാണ് ചരിത്രം. ചരിത്ര രചനയ്ക്ക് ആവശ്യമായ ഒട്ടേറെ തെളിവുകൾ ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാകും. അവ സമാഹരിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതാണ് ചരിത്ര രചന. അപ്പം എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയാണ് ചരിത്രം. ഇങ്ങനെ ലഭിക്കുന്ന തെളിവുകൾ സമാഹരിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതാണ് ചരിത്ര രചന. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിശാലമായ മുഗൾ വിജയനഗര രാജ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ. ഇത്തരത്തിൽ വിശാലമായ രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ വ്യക്തിയുടെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് പ്രാദേശിക ചരിത്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വലിയൊരു ഭൂപ്രദേശത്തിൻ്റെയോ രാജ്യങ്ങളുടെയോ രാജാക്കന്മാരുടെയൊക്കെ ചരിത്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ വ്യക്തിയുടെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് എന്ത് പ്രാദേശിക ചരിത്രം എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ അതിലെ വ്യക്തിയുടെയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് സൂക്ഷ്മമായിട്ട് അവരുടെ മൊത്തം ചരിത്രവും രേഖപ്പെടുത്തുന്നതാണ് എന്ത് പ്രാദേശിക ചരിത്രവും. പ്രാദേശിക ചരിത്രവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ചരിത്രം എന്ന് പറഞ്ഞാൽ വിശാലമായ പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംഭവങ്ങളുടെയോ ചരിത്രം രേഖപ്പെടുത്തുന്നതാണ് ചരിത്രം. എന്നാൽ എന്താണ് പ്രാദേശിക ചരിത്രം? ലോകചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യാ ചരിത്രം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂക്ഷ്മമായ ചരിത്രാന്വേഷണമാണ് പ്രാദേശിക ചരിത്രം. ഇനി എഴുതപ്പെട്ട രേഖകൾ, പുരാവസ്തു തെളിവുകൾ, ചരിത്ര അവശേഷിപ്പുകൾ എന്നിവയെ ഉപയോഗപ്പെടുത്തി ചരിത്രം നിർമ്മിക്കുന്നു. അപ്പോൾ ചരിത്രം നിർമ്മിക്കാൻ എന്തൊക്കെയാണ്? എഴുതപ്പെട്ട രേഖകളും പുരാവസ്തു തെളിവുകളും ചരിത്ര അവശേഷിപ്പുകളൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ പ്രാദേശിക ചരിത്രത്തിന് ആവശ്യമായതിൽ പ്രാദേശിക ആഘോഷങ്ങളും രുചിശീലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളും ചരിത്ര രചനയുടെ ഭാഗമാകുന്നു. അപ്പോൾ പ്രാദേശിക ചരിത്രം നിർമ്മിക്കാൻ പ്രാദേശിക ആഘോഷങ്ങളും രുചിശീലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഭൂതകാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ എന്താണ് ഭൂതകാല സംഭവങ്ങളും സംസ്കാരങ്ങളും സമൂഹങ്ങൾ എന്നിവയൊക്കെ വിശാലമായ കാഴ്ചപ്പാടിൽ ചരിത്രത്തിൽ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ പ്രാദേശിക ചരിത്രത്തിലോ ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം എവിടെ പ്രാദേശിക ചരിത്രത്തിൽ ലഭിക്കുന്നുണ്ട്. അടുത്തത് ചരിത്ര സ്രോതസ്സുകൾ എന്നാണ്. എന്താണ് ചരിത്ര സ്രോതസ്സുകൾ? ചരിത്രത്തെക്കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും ചരിത്ര രചനയ്ക്കുള്ള സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. നിശ്ചിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതും ഉപയുക്തമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നതുമായ ഏതൊരു വസ്തുവും ഒരു ചരിത്ര സ്രോതസ്സാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിക്കുള്ള ചരിത്ര സ്രോതസ്സുകൾ? ഏതൊക്കെയാണ്? പുരാവസ്തുക്കൾ, സ്മാരകങ്ങൾ, സാഹിത്യകൃതികൾ, സഞ്ചാരക്കുറിപ്പുകൾ, പത്രങ്ങൾ, ഔദ്യോഗിക രേഖകളൊക്കെ എന്താണ്? ചരിത്ര സ്രോതസ്സുകളാണ്. അപ്പോൾ ചരിത്രത്തെ പറ്റി നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും ചരിത്ര രചനയ്ക്കുള്ള സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. പുരാവസ്തുക്കൾ, സ്മാരകങ്ങൾ, സാഹിത്യകൃതികൾ, സഞ്ചാരക്കുറിപ്പുകൾ, പത്രങ്ങൾ, ഔദ്യോഗിക രേഖകളൊക്കെ ചരിത്ര സ്രോതസ്സുകൾക്ക് എക്സാമ്പിളാണ്. ഇനി ചരിത്ര സ്രോതസ്സിൽപ്പെട്ടാണ് പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ. എന്താണ് പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങളോ തെളിവുകളോ ഒക്കെ നൽകുന്നവയാണ് പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ. അപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ ഖനനം ചെയ്യുമ്പോൾ നമുക്ക് നാണയങ്ങളും അവിടുത്തെ ഗുഹകളും പുരാലിഖിതങ്ങളൊക്കെ കിട്ടാറുണ്ട് അല്ലേ. ഇങ്ങനെ ലഭിക്കുന്ന സ്രോതസ്സുകളിൽ നിന്ന് അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങളോ തെളിവുകളോ ഒക്കെ നൽകുന്നവയാണ് ഇങ്ങനെയുള്ള പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ. ഇവയിൽ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ശിലാസ്മാരകങ്ങൾ, ഗുഹകൾ, പുരാലിഖിതങ്ങൾ, കൊട്ടാരങ്ങൾ, നാണയങ്ങൾ, ഇവയൊക്കെ എന്താണ്? പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകളാണ്.
ഇവയൊക്കെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ചൊക്കെ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇതിൽ ഒന്നാമത്തത് ശിലാസ്മാരകങ്ങളാണ്. എന്താണ്, നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടാവും. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മുടെ പൂർവികർ, അപ്പോൾ പണ്ടത്തെ കാലത്ത് വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകളൊക്കെ ഇപ്പോഴും നമുക്കിവിടേക്ക് കാണാൻ പറ്റൂലേ. അതിൽപ്പെട്ടവയാണ് കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ എന്നിവ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്രശേഷിപ്പുകളാണ് ഈ ശിലാസ്മാരകങ്ങൾ. വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കുടക്കല്ലും തൊപ്പിക്കല്ലും മുനിയറയൊക്കെ നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളതാണ്. വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മഹാശിലാസ്മാരകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ എന്നിവയൊക്കെ കേട്ടോ. ഇനി പുരാതന മനുഷ്യർ നിർമ്മിച്ച ഈ സ്മാരകശിലകൾ പോയ കാലത്തെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ മറയൂർ, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ്? ഇടുക്കി ജില്ലയിലെ മറയൂർ, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നന്നങ്ങാടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് നന്നങ്ങാടുകൾ. ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്ന ഭരണികളാണിവ. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് നന്നങ്ങാടികൾ. ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്ന ഭരണികളാണിവ. ഇനി നമ്മുടെ പൂർവികരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. ഇനി അടുത്തതാണ് ഗുഹകൾ. കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നവയാണ് ഗുഹകൾ. പ്രകൃതിദത്തമായ ഇത്തരം ഗുഹകളിൽ ചരിത്രാതീത കാലത്തെ മനുഷ്യജീവിതത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും മറ്റും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എടയ്ക്കൽ, വയനാട്, മറയൂർ, ഇടുക്കി, ആങ്കോട്, തിരുവനന്തപുരം, തെന്മല, കോട്ടുക്കൽ, കൊല്ലം എന്നിവിടങ്ങളിൽ ചില പ്രധാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി വകുപ്പുമാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് കേരളത്തിൽ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഗുഹകൾ കണ്ടെത്തിയിട്ടുള്ളത്? വയനാടുള്ള എടയ്ക്കൽ ഗുഹ, അതുപോലെ ഇടുക്കിയിലെ മറയൂർ, അതുപോലെ തിരുവനന്തപുരം ആങ്കോട്, കൊല്ലത്തുള്ള കോട്ടുക്കൽ, തെന്മല എന്നിവിടങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളൊക്കെ സംരക്ഷിക്കുന്നത് നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ കേരള ആർക്കിയോളജി വകുപ്പുമാണ്. ഇനി ഇവിടെ എടയ്ക്കൽ ഗുഹ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണ് എടയ്ക്കൽ ഗുഹ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയാണ് എടയ്ക്കൽ ഗുഹ. ഇവിടുത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നു. അപ്പോൾ ഈ ഒരു ഗുഹയിൽ ഉള്ള ചുമരുകളിലൊക്കെ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ വിവരങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ എടയ്ക്കൽ ഗുഹ എവിടാണ്? വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ ആയിട്ടാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഹെഡിങ് ആണ് പുരാലിഖിതങ്ങൾ. ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിവെച്ചതോ ആയ സന്ദേശമോ വാചകമോ ആണ് ലിഖിതങ്ങൾ എന്ന് പറഞ്ഞാൽ. വ്യത്യസ്ത പ്രതലങ്ങളിലാണ് ലിഖിതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ്? ലോഹത്തകിടുകൾ, അതുപോലെ എന്താണ് ശിലകൾ, ഓലകൾ, ഇവയിലൊക്കെ പുരാലിഖിതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം എന്താണ്? ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിവെച്ചതോ ആയ സന്ദേശമോ വാചകമോ ആണ് എന്ത്? ലിഖിതങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ലോഹത്തകിടുകളിലും അതുപോലെ ശിലകളിലും ഓലകളിലൊക്കെ പുരാലിഖിതങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ലിഖിത പഠനം. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണ് ലിഖിത പഠനം. എന്താണ്? ശിലകളും ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണ് ലിഖിത പഠനം. ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തരിസാപ്പള്ളി ലിഖിതം കൊല്ലത്ത് നിന്ന് കണ്ടെടുത്താണ് തരിസാപ്പള്ളി ലിഖിതം. അതുപോലെ മട്ടാഞ്ചേരിയിൽ നിന്ന് ജൂതശാസനം, ആലപ്പുഴയിൽ നിന്നെന്താണ് പാലിയം ശാസനം എന്നിവ കേരളത്തിലെ പ്രധാന ലിഖിതങ്ങളാണ്. ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ.
തരിസാപ്പള്ളി ലിഖിതം എവിടെ നിന്നാണ്? കൊല്ലത്ത് നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മട്ടാഞ്ചേരിയിൽ നിന്ന് ജൂത ശാസനം, അതുപോലെ ആലപ്പുഴയിൽ നിന്നാണ് പാലിയം ശാസനം എന്നിവയൊക്കെ കേരളത്തിലെ പ്രധാന ലിഖിതങ്ങളാണ്. കേരളത്തിൽ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും ഒക്കെ എന്താണ് നിർവഹിക്കുന്നത്? കേരള ആർക്കൈവ്സ് വകുപ്പാണ്. അപ്പോൾ കേരള ആർക്കൈവ്സ് വകുപ്പാണ് എന്ത്? കേരളത്തിൽ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും ഒക്കെ നിർവഹിക്കുന്നത്. ഇത് നോട്ട് ചെയ്യണേ, ഇമ്പോർട്ടൻ്റ് ആണ്. പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും കേരള ആർക്കൈവ്സ് വകുപ്പാണ് നിർവഹിക്കുന്നത്. ഇത്തരത്തിലുള്ള ലിഖിതങ്ങൾക്ക് ഉദാഹരണം തന്നെയാണ് നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ. 1836 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാളാണ് 1836 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. അടുത്തതാണ് കോട്ടകളും കൊട്ടാരങ്ങളും. രാജ്യസുരക്ഷ, സൈനിക ആവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായി നിർമ്മിച്ചിരുന്ന കോട്ടകളെ ചരിത്രരചനയ്ക്കുള്ള പ്രധാന സ്രോതസ്സുകളായി പ്രയോജനപ്പെടുത്താം. കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും കോട്ടകൾ നമുക്ക് വിവരം നൽകുന്നു. ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട തുടങ്ങിയവ കേരളത്തിലെ പ്രധാന കോട്ടകളാണ്. ഇപ്പോൾ രാജ്യസുരക്ഷ, സൈനികാവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായിട്ട് നിർമ്മിച്ചിരുന്ന കോട്ടകളെ ചരിത്രരചനയ്ക്കുള്ള പ്രധാന സ്രോതസ്സുകളായിട്ട് പ്രയോജനപ്പെടുത്താം. നമ്മുടെ കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും കോട്ടകൾ നമുക്ക് വിവരം നൽകുന്നുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കോട്ടകളാണ് ഇതൊക്കെ: ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അതുപോലെ അഞ്ചുതെങ്ങ് കോട്ട തുടങ്ങിയവ. എന്താണ് ഇനി കോട്ടകളെ പോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് കൊട്ടാരങ്ങളും. ഇനി ഇവിടെ ബേക്കൽ കോട്ടയെ പറ്റി തന്നിട്ടുണ്ട്. 17ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിൽ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിൽ പള്ളിക്കര വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ 17ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. ഇത് 17ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. ഇതെവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. എവിടെയാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 17ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. ഈ കോട്ടയ്ക്കുള്ളിൽ ആയുധപ്പുരകൾ, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാൻ ഇടങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണി എന്നിവയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു കോട്ടയ്ക്കുള്ളിലുള്ളത്? എന്തൊക്കെയാണ്? ആയുധപ്പുരകളുണ്ട്, അതുപോലെ കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകളുണ്ട്, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാൻ ഇടങ്ങളുണ്ട്, രഹസ്യ ഭൂഗർഭ അറകളുണ്ട്, അതുപോലെ ഒളിത്താവളങ്ങൾ, ജലസംഭരണി എന്നിവയൊക്കെ ഈ ഒരു ബേക്കൽ കോട്ടയ്ക്കകത്തുണ്ട് കേട്ടോ. ഇനി അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പത്മനാഭപുരം കൊട്ടാരം, അതുപോലെ മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ കൊട്ടാരം, അറക്കൽ കൊട്ടാരം, കൃഷ്ണപുരം കൊട്ടാരം, അതുപോലെ പൂയംകുളങ്ങര കൊട്ടാരം, കോയിക്കൽ കൊട്ടാരം. ഇതൊക്കെ എന്താണ്? നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളാണ് കേട്ടോ. അടുത്തത് നാണയങ്ങളാണ്. നാണയങ്ങൾ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ്. നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് അവ നമുക്ക് അറിവ് നൽകുന്നു. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് നാണയശാസ്ത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്രോതസ്സാണിത് നാണയങ്ങൾ. നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമ്പത്തികമായിട്ടുള്ള, രാഷ്ട്രീയ, സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ചൊക്കെ അവ നമുക്ക് അറിവ് നൽകുന്നുണ്ട്. അപ്പോൾ നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് എന്താണ്? നാണയശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് പറയുന്നത്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ചില നാണയങ്ങളുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീരരായൻ പണം. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലിരുന്ന നാണയമാണ് വീരരായൻ പണം. പഴയ വീരരായൻ, പുതിയ വീരരായൻ എന്നീ 2 വിധത്തിൽ നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലിരുന്ന നാണയമാണെന്ത്? വീരരായൻ പണം. പഴയ വീരരായൻ, പുതിയ വീരരായൻ എന്നീ 2 വിധത്തിൽ നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 1667 മുതൽക്കാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങിയത്. സ്വർണത്തിൽ നിർമ്മിച്ച ഈ നാണയത്തെ വിദേശീയർ പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത്. വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി, സൂര്യൻ്റെ അടയാളം, സിംഹത്തിൻ്റെ അടയാളം തുടങ്ങിയവ ഇതിൽ കാണാവുന്നതാണ്. അപ്പോൾ 1667 മുതൽക്കാണ് വീരരായൻ പണം അടിച്ചിറക്കാൻ തുടങ്ങിയത്. സ്വർണത്തിലാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിട്ടുള്ളത്. വിദേശീയർ ഈ ഒരു നാണയത്തെ പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത്. വൈഷ്ണവരാണ് വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറിയും, അതുപോലെ സൂര്യൻ്റെ അടയാളം, അതുപോലെ സിംഹത്തിൻ്റെ അടയാളം തുടങ്ങിയവയൊക്കെ ഈ ഒരു നാണയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലിരുന്ന നാണയമാണ് വീരരായൻ പണം. അടുത്തത് ചരിത്ര സ്മാരകങ്ങളാണ്. ഏതൊക്കെയാണ്? തളിക്ഷേത്രം കൊടുത്തിട്ടുണ്ട്, അതുപോലെ മിഷ്കാൽ പള്ളി കൊടുത്തിട്ടുണ്ട്, ദേവമാതാ കത്തീഡ്രൽ, അതുപോലെ കടൽപ്പാലം. ഇവയൊക്കെ എന്താണ്?
ചരിത്ര അവശേഷിപ്പുകളാണ് കേട്ടോ. ഇവയൊക്കെ കോഴിക്കോട്ടെ ചില ചരിത്ര സ്മാരകങ്ങളാണ്. സാമൂതിരിമാരുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്നത് തളിക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിമാരുടെ പ്രധാന യുദ്ധകേന്ദ്രമായിരുന്നു മിഷ്കാൽ പള്ളി. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? സാമൂതിരിമാരുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്നത് തളി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് ആരുടെ കാലത്തായിരുന്നു? സാമൂതിരിമാരുടെ കാലത്താണ് കേട്ടോ. തളി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഈ ഒരു രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിമാരുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നത് മിഷ്കാൽ പള്ളി. കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകമാണ് 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ. കടൽപ്പാലങ്ങൾ നൂറ്റാണ്ടുകളായി വിവിധ വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോടിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന് തെളിവുകളാണ്. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിമാരുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു മിഷ്കാൽ പള്ളി എന്നാ പറഞ്ഞത്. അതുപോലെ കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകമാണ് 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ. അപ്പൊ ദേവമാതാ കത്തീഡ്രൽ നിർമ്മിച്ചത് 1513 കേട്ടോ. നോട്ട് ചെയ്യണേ. ഇനി കടൽപ്പാലങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് വിവിധ വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോടിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന് തെളിവുകളാണ്. ഇങ്ങനെ കേരളത്തിലുടനീളം ധാരാളം സ്മാരകങ്ങൾ കാണാം. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ ഓരോന്നും പോയ കാലത്തിന്റെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഇനി ഇവിടെ കുറച്ച് ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അവ ഏതൊക്കെ ജില്ലയിലാണെന്നാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ് അല്ലേ. അതുപോലെ ചന്ദ്രഗിരി കോട്ട എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. അതുപോലെ പുനലൂർ തൂക്കുപാലം കൊല്ലം ജില്ലയിലാണ്. സിനഗോഗ് കൊച്ചിയിലാണ്. അതുപോലെ വാഗൺ ട്രാജഡി നമുക്കറിയാം മലപ്പുറം ജില്ലയിലാണ് അല്ലേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കണേ. കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ ചന്ദ്രഗിരിക്കോട്ട കാസർഗോഡ്, പുനലൂർ തൂക്കുപാലം കൊല്ലം, സിനഗോഗ് കൊച്ചിയാണ്. അതുപോലെ വാഗൺ ട്രാജഡി മലപ്പുറം. ഇതിങ്ങനെ തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഈ കഴിഞ്ഞ പ്യൂൺ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓരോന്നും തന്നിട്ട് ഏതൊക്കെ ജില്ലയിലാണെന്ന് യോജിപ്പിക്കാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ SCRT നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. ഇനി അടുത്തതായിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കോകില സന്ദേശം നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ചോദിച്ചിട്ടുണ്ട്. അതായത് കോഴിക്കോടിനെ പറ്റി പരാമർശിക്കുന്ന ഒരു സാഹിത്യ സ്രോതസ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കോകില സന്ദേശമായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലഭ്യമായ ചരിത്ര രചന സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാഹിത്യ സ്രോതസ്സുകൾ. അപ്പോൾ വ്യത്യസ്ത പ്രമേയമുള്ള നിരവധി സാഹിത്യ കൃതികൾ ചരിത്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ നമ്മെ സഹായിക്കുന്നതാണ്. ഇനി കോകില സന്ദേശം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കടൽ മകളായ കന്യക ഈ നഗരത്തിൽ വാസമുറപ്പിച്ചത് കൊണ്ടാണത്രേ കടലമ്മ ദ്വീപാന്തരങ്ങളിൽ നിന്ന് രത്നങ്ങളൊക്കെ ചുമന്നു കൊണ്ടുവരുന്ന കപ്പലുകളെ തിരമാലകൾ കൊണ്ട് തട്ടിത്തട്ടി കോഴിക്കോട് എത്തിച്ചിരുന്നത്. ഇത് കോകില സന്ദേശത്തിന്റെ ഒരു ഭാഗമാണ്. 15-ാം നൂറ്റാണ്ടിൽ ഉദ്ദണ്ഡ ശാസ്ത്രിക രചിച്ച കോകില സന്ദേശം എന്ന സംസ്കൃത സന്ദേശ കാവ്യത്തിൽ കോഴിക്കോടിനെ കുറിച്ച് എഴുതിയ ഒരു ശ്ലോകത്തിന്റെ ആശയമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആരാണ് ഈ കോകില സന്ദേശം എഴുതിയത്? ഉദ്ദണ്ഡ ശാസ്ത്രികളാണ് കേട്ടോ. ഉദ്ദണ്ഡ ശാസ്ത്രികളാണ് 15-ാം നൂറ്റാണ്ടിലാണ് കോകില സന്ദേശം എഴുതിയിട്ടുള്ളത്. അതെന്താണ്? നമ്മുടെ കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു കാവ്യമാണ് കോകില സന്ദേശം. ഇനി സംഘ സാഹിത്യ കൃതികൾ. കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് തമിഴിൽ രചിക്കപ്പെട്ട സംഘ സാഹിത്യ കൃതികൾ. 10 പുറനാനൂറ്, അകനാനൂറ്, കുറുന്തൊകൈ, നറ്റിനെ തുടങ്ങിയവ പ്രധാന സംഘ സാഹിത്യ കൃതികളാണ്. അപ്പോൾ ഏതൊക്കെയാണ് സംഘ സാഹിത്യ കൃതികൾ? 10 പുറനാനൂറ്, അകനാനൂറ്, കുറുന്തൊകൈ, നറ്റിനെ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സംഘ സാഹിത്യ കൃതികൾക്ക് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതുപോലെ ഈ വിവിധ ഭാഷകളിലായി വിവിധ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ധാരാളം സാഹിത്യകൃതികൾ നമുക്ക് ലഭ്യമാണ്. ഈ കൃതികൾ രചിക്കപ്പെട്ട കാലത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് 12-15 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ ഈ കാലഘട്ടത്തിന്റെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും നമുക്ക് വിവരം നൽകുന്നു. മലബാറിൽ നിന്നുള്ള വടക്കൻ പാട്ടുകൾ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു. 19-ാം നൂറ്റാണ്ടിൽ ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ ഇതുപോലുള്ള വിവിധ ഭാഷകളിലായിട്ട് വിവിധ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ധാരാളം സാഹിത്യ കൃതികളുണ്ട്. അത് സംഘ സാഹിത്യ കൃതികളെ പോലെ. ഈ കൃതികളൊക്കെ എന്താണ്? രചിക്കപ്പെട്ട കാലത്തിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്? 12 മുതൽ 15 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ.
ഇതൊക്കെ എന്താണ് ഈ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചൊക്കെ നമുക്ക് വിവരം നൽകുന്നുണ്ട്. മലബാറിൽ നിന്നുള്ള വടക്കൻ പാട്ടുകൾ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു. 19-ാം നൂറ്റാണ്ടിൽ ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അടുത്തത് സഞ്ചാരക്കുറിപ്പുകൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും കച്ചവട കപ്പലുകൾ ഏറ്റവും വിശിഷ്ടങ്ങളായ സാധനങ്ങളുമായി ഇവിടെ വരികയും എളുപ്പത്തിൽ അവ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. നഗരത്തിലെ രക്ഷാ നടപടികളും നീതിപാലനവും ഏറ്റവും കാര്യക്ഷമമായി നടത്തിവരുന്നു. അതുകൊണ്ട് വിദേശങ്ങളിൽ നിന്നും ചരക്കുകളുമായി വരുന്ന വ്യാപാരികൾക്ക് യാതൊരു ഭയവുമില്ല. കമ്പോളത്തിലെ മുഴുവൻ ഉത്തരവാദിത്വവും രാജാവിനാണ്. കമ്പോളത്തിലെത്തിക്കുന്ന ചരക്കുകളുടെ 40-ൽ 1 ഭാഗം ചുങ്കമായി കൊടുക്കണം. ഏതെങ്കിലും വ്യാപാരി മരണപ്പെടുകയോ ചരക്കുകൾ കയറ്റിയ കപ്പൽ പൊളിഞ്ഞ് അതിലെ ചരക്കുകൾ തുറമുഖത്ത് അടുക്കുകയോ ചെയ്താൽ ആ ചരക്കുകളെ സംബന്ധിച്ച് യാതൊരു കൃത്രിമവും ഉണ്ടാകുന്നതല്ല. ഇവിടെ നിന്ന് പ്രധാനമായും കയറ്റി അയക്കുന്നത് കുരുമുളകാണ്. ഇവിടുത്തുകാർ സമുദ്ര വ്യാപാരത്തിൽ സമർത്ഥരാണ്. ഇത് പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൽ റസാഖിന്റെ സഞ്ചാരക്കുറിപ്പിൽ നിന്നുള്ളതാണ്. പ്രാദേശിക ചരിത്രരചനയിൽ സുപ്രധാന പങ്കുവഹിക്കുന്നവയാണ് സഞ്ചാരക്കുറിപ്പുകൾ. പ്രത്യേക സ്ഥലങ്ങൾ, സംഭവങ്ങൾ, സംസ്കാരങ്ങൾ എന്നിവയുടെ നേരനുഭവങ്ങൾ നൽകാൻ സഞ്ചാരക്കുറിപ്പുകൾക്ക് കഴിയുന്നു. ഒരു പ്രദേശത്തിന്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ഘടന, സാമൂഹിക ജീവിതം എന്നിവയിലേക്ക് ഇത് വെളിച്ചം വീശുന്നു. ഇനി കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ചില വിദേശ സഞ്ചാരികളെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? മെഗസ്തനീസ് ഗ്രീസിൽ നിന്നുള്ള സഞ്ചാരിയാണ്. സുലൈമാനും അബ്ദുൽ റസാഖും പേർഷ്യൻ സഞ്ചാരികളാണ്. ഇനി മാർക്കോ പോള വെനീസിൽ നിന്നുള്ള സഞ്ചാരിയാണ്. ഇബ്നു ബത്തൂത്ത മൊറോക്കോ സഞ്ചാരിയാണ്. നിക്കോളോ കോണ്ടി വെനീസിൽ നിന്നുള്ള ആളാണ്. അതുപോലെ മഹ്വാൻ ചൈനയിൽ നിന്നുള്ള സഞ്ചാരിയാണ്. ബാർബോസ പോർച്ചുഗൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോട്ട് ചെയ്യണം കേട്ടോ. ഏതൊക്കെയാണ്? മെഗസ്തനീസ് ഗ്രീസ്, സുലൈമാനും അബ്ദുൽ റസാഖും പേർഷ്യ, അതുപോലെ മാർക്കോ പോളോ വെനീസ്, ഇബ്നു ബത്തൂത്ത മൊറോക്കോ, നിക്കോളോ കോണ്ടി വെനീസ്, മാഹ്വാൻ ചൈനയിൽ നിന്നുള്ള സഞ്ചാരിയാണ്. അതുപോലെ ബാർബോസ പോർച്ചുഗലിൽ നിന്നുള്ള സഞ്ചാരിയാണ്. മാർക്കോ പോളോയുടെയും ഇബ്നു ബത്തൂത്തയുടെയും ഒക്കെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണേ. അടുത്തത് ആത്മകഥകളും ജീവചരിത്രങ്ങളും. ചരിത്രരചനയ്ക്ക് ഉപയോഗിക്കാവുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് മിക്ക ആത്മകഥകളും ജീവചരിത്രങ്ങളും. ഇനി ഇവിടെ തകഴിയുടെ ഒരു ആത്മകഥയിലുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായി ഒരു ഉടുപ്പിട്ടത് അമ്പലപ്പുഴ സ്കൂളിൽ പോയപ്പോഴാണ്. കേമ്പിരി തുണി കൊണ്ട് 2 ഉടുപ്പ് തയ്പ്പിച്ചു. വസ്ത്രങ്ങൾ തേക്കുന്ന ഏർപ്പാട് ഞങ്ങളുടെ നാട്ടിൽ അന്നില്ല. നല്ല കന്നിപ്പശയിൽ നീലം ചേർത്ത് മുണ്ടു പിന്നുണക്കും. പിന്നീട് ഉരുളൻ തടി കൊണ്ട് തുണി മടക്കി തല്ലി ഒതുക്കിയെടുക്കും. ആദ്യമായി തയ്ച്ച ഷർട്ടിട്ടത് തിരുവനന്തപുരം ലോ കോളേജ് ചേർന്നതിനു ശേഷമാണെന്ന് തോന്നുന്നു. സോപ്പ് തകഴിയിൽ അക്കാലത്ത് അപൂർവ വസ്തുവാണ്. തെങ്ങിൻ മടൽ കത്തിച്ച ചാരം തെളിയൂറ്റിയെടുത്ത് അതിലാണ് മുണ്ട് വെളുപ്പിച്ചിരുന്നത്. ഇത് തകഴിയുടെ ആത്മകഥ എന്നുള്ളൊരു ഭാഗമാണ്. അന്നത്തെ കാലത്തെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും അതുപോലെ സാമൂഹിക വ്യവസ്ഥകളെക്കുറിച്ചാണ് പറയുന്നത്. ഇതുപോലുള്ള ആത്മകഥകളും ജീവചരിത്രങ്ങളും അത് എഴുതിയ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ കാലത്തിന്റെ വിവിധ മേഖലകളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവയാണ്. അടുത്തത് വർത്തമാന പത്രങ്ങൾ. ദൈനംദിന സംഭവങ്ങൾ അറിയാൻ നാം ഇന്ന് പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ തുടങ്ങിയവയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഈ പത്രങ്ങൾ കാലക്രമേണ ചരിത്രമറിയാനുള്ള പ്രധാന ഉപാധിയായി മാറും. ഇന്ത്യയിലെ വിദേശാധിപത്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ ചരിത്ര വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്ന പ്രധാന സ്രോതസ്സാണ് അക്കാലത്തെ വർത്തമാന പത്രങ്ങൾ. കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അറിയാനും പത്രങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രരചനയ്ക്കുള്ള പ്രധാന സ്രോതസ്സുകളിൽ ഒന്നാണെന്ത്? വർത്തമാന പത്രങ്ങളും. അടുത്തതാണ് പ്രാദേശിക ചരിത്ര രചനയിലേക്ക്. ഒരു നിശ്ചിത പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പ്രാദേശിക ചരിത്രം. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നില്ലേ ചരിത്രവും പ്രാദേശിക ചരിത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള സ്രോതസ്സുകളൊക്കെ ചരിത്ര രചനയ്ക്ക് സഹായിക്കുന്ന സ്രോതസ്സുകളാണ്. എന്നാൽ പ്രാദേശിക ചരിത്ര രചനയ്ക്കായിട്ട് നമ്മെ സഹായിക്കുന്ന മറ്റു ചില സ്രോതസ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? പ്രാദേശിക നിരീക്ഷണം, അതുപോലെ ഓർമ്മകൾ അല്ലെങ്കിൽ വാമൊഴി, പിന്നെന്താണ്? സ്ഥലനാമ ചരിത്രങ്ങൾ, പിന്നെ കുടുംബ ചരിത്രം, ഔദ്യോഗിക രേഖകൾ, പണയരേഖകൾ, ആധാരങ്ങൾ, നാട്ടറിവുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, പാട്ടുകൾ. ഇവയൊക്കെയാണ് പ്രാദേശിക ചരിത്രരചനയ്ക്കുള്ള സ്രോതസ്സുകൾ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രാദേശിക നിരീക്ഷണം, അതുപോലെ ഓർമ്മകൾ അല്ലെങ്കിൽ വാമൊഴി, സ്ഥലനാമ ചരിത്രങ്ങൾ, അതുപോലെ കുടുംബ ചരിത്രം, ഔദ്യോഗിക രേഖകൾ, പണയരേഖകൾ, ആധാരങ്ങൾ, നാട്ടറിവുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, പാട്ടുകൾ. ഇവയിലൂടെയൊക്കെയാണ് പ്രാദേശിക ചരിത്രരചന
നടക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പ്രാദേശിക നിരീക്ഷണം എന്താണെന്ന് നോക്കാം. പ്രാദേശിക ചരിത്രരചന ചെറിയൊരു പ്രദേശത്തിൻ്റെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മമായിട്ടുള്ളൊരു പഠനമാണ്. ഒരു പ്രദേശത്തിൻ്റെ സൂക്ഷ്മ വശങ്ങൾ തിരിച്ചറിയാൻ പ്രാദേശിക നിരീക്ഷണം നമ്മെ സഹായിക്കുന്നു. ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഭൂപ്രദേശം, അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ, ദിക്ക്, സസ്യജന്തുജാലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ തുടങ്ങിയ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാദേശിക നിരീക്ഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ചരിത്രരചനയ്ക്ക് ആവശ്യമായ മറ്റെല്ലാം വിവരങ്ങളാണ് കണ്ടെത്താൻ കഴിയുന്നതാണ്. അവിടുത്തെ ആഹാര രീതി, അതുപോലെ വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭാഷ, സാഹിത്യം, കല തുടങ്ങിയവയൊക്കെ പ്രാദേശിക നിരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഭൂപ്രദേശവും അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളും, ദിക്ക്, സസ്യജന്തുജാലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ തുടങ്ങിയ വൈവിധ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പ്രാദേശിക നിരീക്ഷണം നടത്തേണ്ടത് അത്യാവശ്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അതിലൂടെ കണ്ടെത്തുന്നത്? ആഹാര രീതിയും, അതുപോലെ വസ്ത്രധാരണ രീതിയും, പാർപ്പിടം എങ്ങനെയാണ്, അതുപോലെ അവരുടെ ആരോഗ്യത്തെ പറ്റിയും, അതുപോലെ വിദ്യാഭ്യാസം, ഭാഷ, സാഹിത്യം, കല എന്നിവയിലൊക്കെയുള്ള മുന്നേറ്റങ്ങളെ പറ്റിയൊക്കെ നമുക്ക് പ്രാദേശിക നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അടുത്തത് ഓർമ്മകൾ അല്ലെങ്കിൽ വാമൊഴി. നേരനുഭവങ്ങളുള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന മൊഴികളാണ് വാമൊഴി ചരിത്രങ്ങൾ. പ്രാദേശിക ചരിത്രരചന നടത്താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ മുതിർന്ന ആളുകളുടെ ഓർമ്മകൾ ശേഖരിക്കുക ഏറെ പ്രധാനമാണ്. ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, വസ്ത്രധാരണാ രീതി, രുചിശീലങ്ങൾ തുടങ്ങിയ ചരിത്രരചനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ വാമൊഴി വിവരങ്ങൾ അനിവാര്യമാണ്. അപ്പം എന്താണ് വാമൊഴി എന്ന് പറഞ്ഞാൽ നേരിട്ട് അനുഭവമുള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന മൊഴികളാണിത് വാമൊഴി ചരിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇവയെക്കുറിച്ചുള്ള വ്യക്തികളുടെ ഓർമ്മകൾ ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ നമ്മെ സഹായിക്കുന്നു. സമൂഹത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളും പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങളും വിശകലനം ചെയ്യാൻ ഈ ഓർമ്മകൾ സഹായിക്കുന്നു. വാമൊഴി സ്രോതസ്സുകളെ മറ്റു സ്രോതസ്സുകളോടൊപ്പം ചേർത്ത് വെച്ച് പരിശോധിച്ച് വിശ്വസ്തത ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന തലമുറകളിൽ നിന്നൊക്കെ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് വാമൊഴി ചരിത്രങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ വിശ്വസ്തത ഉറപ്പുവരുത്തേണ്ടത് മറ്റു സ്രോതസ്സിനോടൊപ്പം ചേർത്ത് വെച്ച് പരിശോധിച്ച് ഇതിൻ്റെ വിശ്വസ്തത ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. അടുത്തതാണ് സ്ഥലനാമ ചരിത്രം. നിങ്ങളുടെ നാടിൻ്റെ പേര് എങ്ങനെ രൂപപ്പെട്ടതാണ്? ഉദാഹരണത്തിന് കോഴിക്കോടിന് ആ പേര് എങ്ങനെ കിട്ടി? കോയിൽ, കൊട്ടാരം എന്നും കോട്ട എന്നുമുള്ള 2 പദങ്ങൾ ചേർന്ന കോയിൽ കോട്ട എന്നായിരുന്നു പഴയ പേര്. കോയിൽ എന്നാൽ കൊട്ടാരം എന്നാണ് അർത്ഥം. കോട്ട കൊണ്ട് സംരക്ഷിച്ച കൊട്ടാരം എന്നാണ് കോയിൽ കോട്ട എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പിന്നീട് കോഴിക്കോട് എന്നായി മാറിയെന്ന് ചരിത്രകാരർ പറയുന്നു. തൃശൂർ, കണ്ണൂർ, തലശ്ശേരി, തങ്കശ്ശേരി എന്നീ സ്ഥലനാമങ്ങൾ ശ്രദ്ധിക്കൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഊർ അല്ലെങ്കിൽ ചേരി എന്നീ വാക്കുകൾ അവസാനിക്കുന്ന സ്ഥലപ്പേരുകൾ ധാരാളമുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സ്ഥലനാമ രൂപീകരണത്തിന് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ സ്ഥലനാമ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രത്തിന് ആധാരമാക്കി രൂപം കൊണ്ട സ്ഥലപ്പേരുകളാണ് സ്ഥലനാമ ചരിത്രം എന്ന് പറഞ്ഞാൽ. ഉദാഹരണമായിട്ട് കോഴിക്കോടിനാണ് പറയുന്നത്. കോഴിക്കോടിൻ്റെ ആദ്യത്തെ പേര് കോയിൽ കോട്ട എന്നായിരുന്നു. കോയിൽ എന്നാൽ കൊട്ടാരം എന്നാണ്. കോട്ട കൊണ്ട് സംരക്ഷിച്ചിട്ടുള്ള കൊട്ടാരം എന്നാണ് ഈ ഒരു കോയിൽ കോട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പിന്നീട് കോഴിക്കോട് എന്നായിട്ട് മാറിയെന്നാണ് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്. ഇനി തൃശ്ശൂരും കണ്ണൂർ, തലശ്ശേരി, തങ്കശ്ശേരി എന്നീ സ്ഥലനാമങ്ങളിലൊക്കെ അവസാനിക്കുന്നത് എന്താണ്? ഊര് അല്ലെങ്കിൽ ചേരി എന്നീ വാക്കുകളിലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള സ്ഥലപ്പേരുകൾ നമ്മുടെ കേരളത്തിൽ ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സ്ഥലനാമ രൂപീകരണത്തിന് സ്വാധീനം ചെലുത്താറുണ്ട്. അടുത്തതാണ് കുടുംബ ചരിത്രം. കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക ചരിത്ര രചനയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാഹിത്യ സ്രോതസ്സാണ്. ഒരു ഗ്രാമത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും വസ്തുനിഷ്ഠ ഉറപ്പാക്കി ശേഖരിക്കുക എന്നത് പ്രാദേശിക ചരിത്രാന്വേഷകന്റെ കടമയാണ്. ഇനി ഔദ്യോഗിക രേഖകളാണ് പറയുന്നത്. അതിൽ എക്സാമ്പിളായിട്ട് ഉപ്പ് നിയമം ലംഘിച്ചു എന്നുള്ളൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. 1930 മെയ് 17 വൻ ജനാവലിയുടെ നേതൃത്വത്തിൽ 27 സ്ഥലങ്ങളിലായി കോഴിക്കോട് കടപ്പുറത്ത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചു. കോഴിക്കോട്ടെ ഗുജറാത്തി നിവാസികൾ താൽപ്പര്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും വന്ന സത്യാഗ്രഹ വളണ്ടിയർമാരും കൂടെ ചേർന്നു. കടൽവെള്ളം വറ്റിച്ച് ഉപ്പുമായി നിയമലംഘകർ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി ജാഥ നടത്തി. ഉപ്പ് ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവർ കയ്യിൽ കരുതിയിരുന്നു. കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹ സമരത്തെ പോലീസ് ക്രൂരമായി നേരിട്ടു. സ്വാതന്ത്ര്യ സമര പതാക പോലീസിൽ നിന്നും സംരക്ഷിക്കാൻ പി കൃഷ്ണപിള്ളയും അബ്ദുൾ റഹ്മാൻ സാഹിബും ഐതിഹാസികമായി പ്രതിരോധമാണ് നടത്തിയത്.
തമിഴ്നാട് പുരാരേഖ സമുച്ചയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ രേഖ കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വെളിച്ചം വീശുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലുള്ള ഉപ്പ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമരത്തെക്കുറിച്ചാണ് ഈ ഒരു രേഖയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെൻസസ് റിപ്പോർട്ടുകൾ, ഗസറ്റ് രേഖകൾ, കോടതി രേഖകൾ, സർവേ റിപ്പോർട്ടുകൾ, നികുതി രേഖകൾ, പോലീസ് റിപ്പോർട്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖ. ഇതൊക്കെയാണ് ഔദ്യോഗിക രേഖകൾ കേട്ടോ. ഇതൊക്കെയാണ് സെൻസസ് റിപ്പോർട്ടുകൾ, ഗസറ്റ് രേഖകൾ, കോടതി രേഖകൾ, സർവേ റിപ്പോർട്ടുകൾ, നികുതി രേഖകൾ, പോലീസ് റിപ്പോർട്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖ. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ നടന്ന സമരങ്ങൾ, കലാപങ്ങൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് കോടതി രേഖകളിലൂടെയാണ്. ഒരു പ്രദേശത്തിലെ ജനസംഖ്യ, ജനവിഭാഗങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ നാം സെൻസസ് രേഖകളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ സമരങ്ങളെക്കുറിച്ചും കലാപങ്ങളെക്കുറിച്ചൊക്കെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് കോടതി രേഖകളിലൂടെയാണ്. എന്നാൽ ഒരു പ്രദേശത്തിലെ ജനസംഖ്യയും ജനവിഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാൻ സെൻസസ് രേഖകളെയാണ് ആശ്രയിക്കുന്നത്. ഇനി എന്താണ് പണയരേഖകളും ആധാരങ്ങളൊക്കെ? പണയരേഖകളും ആധാരങ്ങളും പ്രാദേശിക ചരിത്രരചനയ്ക്ക് മുതൽക്കൂട്ടാണ്. ഇവയിൽ നിന്ന് വ്യക്തി വിവരങ്ങൾ, സ്വകാര്യ സ്വത്തുകൾ തുടങ്ങിയവയെക്കുറിച്ച് അറിവ് ലഭിക്കുന്നു. നാട്ടറിവുകളും അതുപോലെ പാട്ടുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, കലാരൂപങ്ങളൊക്കെയാണ് പറയുന്നത്. പ്രാദേശിക ചരിത്ര രചനയ്ക്ക് ഏറെ സഹായകമായ സ്രോതസ്സുകളാണ് ഇവയൊക്കെ. നാട്ടറിവുകളും പാട്ടുകളും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളും, അങ്ങാടികൾ, ചന്തകൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന വ്യാപാരങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ നാടിൻ്റെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്നു. ഇനി ഇവിടെ ഉണ്ണുനീലി സന്ദേശത്തിലെ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. പുരാരേഖകളും ചരിത്ര സ്മാരകങ്ങളും പുറമേ സ്മരണകൾ, പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ, കഥകൾ, നാട്ടുവാക്യാനങ്ങൾ, നോട്ടീസുകൾ, ക്ഷണക്കത്തുകൾ ഇവയെല്ലാം സ്രോതസ്സുകളാക്കി എഴുതുന്ന ചരിത്രമാണ് പ്രാദേശിക ചരിത്രം. പ്രദേശത്തിൻ്റെ സമഗ്ര ജീവിതശൈലിയും ദൈനംദിന ജീവിതവും പ്രാദേശിക ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നു. നാം ഓരോരുത്തരും ബന്ധപ്പെടുന്ന സമൂഹത്തിൻ്റെ നേർ ചിത്രീകരണമാണ് പ്രാദേശിക ചരിത്രം എന്ന് പറഞ്ഞാൽ. ഇനി പ്രാദേശിക ചരിത്ര രചനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് ഭൂപ്രകൃതിയാണ് കൊടുത്തിട്ടുള്ളത്. പ്രാദേശിക ചരിത്ര പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന പ്രദേശത്തിൻ്റെ കൃത്യമായ ഭൂമിശാസ്ത്ര അതിരുകൾ, പ്രകൃതിദത്ത പ്രത്യേകതകൾ, അതായത് കുന്ന്, നദി, തണ്ണീർത്തടം എന്നിവ ചരിത്രരചനയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രാദേശിക ചരിത്ര പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങൾ എന്താണ് ഈ ഒരു ചരിത്രരചനയിൽ ഉണ്ടായിരിക്കണം. അടുത്തത് ചരിത്ര സ്മാരകങ്ങളാണ്. പ്രദേശത്തെ ആവാസ കേന്ദ്രങ്ങൾ, മഹാശിലകൾ, ശിലാലിഖിതങ്ങൾ, കോട്ടകൾ, ആരാധനാലയങ്ങൾ എന്നിവ പ്രതിപാദിച്ചിരിക്കണം. അപ്പം എന്താണ് ആ പ്രദേശത്തുള്ള ആവാസ കേന്ദ്രങ്ങളും മഹാശിലകളും ശിലാലിഖിതങ്ങൾ, കോട്ടകൾ, ആരാധനാലയങ്ങൾ എന്നിവയൊക്കെ ഈ ഒരു ചരിത്ര സ്മാരകങ്ങളിൽ ഉൾപ്പെടും. ഇതൊക്കെ എന്താണ് ഈ ഒരു പ്രാദേശിക ചരിത്ര രചനയിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഉപജീവനമാണ്. പ്രദേശത്തെ പ്രധാന കൃഷിയും കൈത്തൊഴിൽ, വാണിജ്യ കേന്ദ്രങ്ങൾ, ആതുരാശ്രൂഷ, അതുപോലെ വൈദ്യം എന്നിവയെക്കുറിച്ച് സൂചനകൾ ഉണ്ടായിരിക്കണം. പിന്നെ അതിജീവന മാതൃകകളാണ്. പേമാരി, വരൾച്ച, പകർച്ചവ്യാധികൾ, ദാരിദ്ര്യം, കുടിയിറക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ പ്രതിരോധിച്ചതിൻ്റെ വിശകലനം ഉൾപ്പെടുത്തണം. പിന്നെ സാംസ്കാരിക സ്ഥാപനങ്ങളാണ്. പ്രദേശത്തെ വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം, വായനാശാലകൾ തുടങ്ങിയവ വിവരിക്കണം. അതുപോലെ ഭൂബന്ധങ്ങൾ, പ്രദേശത്തെ കാർഷിക ബന്ധങ്ങൾ, ജന്മി സമ്പ്രദായം, പയസ്ഥിതി വിവരക്കണക്കുകൾ എന്നിവയെ സംബന്ധിച്ച വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അതുപോലെ ദേശീയ ബോധം, പ്രദേശത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ ദേശീയ വ്യക്തിത്വങ്ങൾ എന്നിവയെ പ്രതിപാദിച്ചിരിക്കണം. പിന്നെന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും വികസനവും. പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പ്രാദേശിക ചരിത്രരചനയിൽ ഉൾപ്പെടുത്തണം. പിന്നെ അടുത്തതാണ് ഗ്രന്ഥസൂചി. ചരിത്രരചനയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണെന്ത്? ഗ്രന്ഥസൂചി അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാലും. ഇനി ചരിത്രരചനയ്ക്കായി ഉപയോഗിക്കുന്ന എല്ലാ സ്രോതസ്സുകളുടെയും വിശദമായ പട്ടികയാണിത്. പഠനത്തിൻ്റെ അവസാന ഭാഗത്താണ് ഗ്രന്ഥസൂചി നൽകുന്നത്. അപ്പോൾ എന്താണ് ഗ്രന്ഥസൂചി അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ചരിത്രരചനയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണിത്. ചരിത്രരചനയ്ക്കായിട്ട് ഉപയോഗിച്ച എല്ലാ സ്രോതസ്സുകളുടെയും വിശദമായ പട്ടികയാണ് ഇതെന്ന് പറയുന്നത്. ഇതെന്താണ്? ഇത് നിർബന്ധമായിട്ടും നമ്മുടെ പ്രാദേശിക ചരിത്രരചനയിൽ ഉൾപ്പെടുത്തിയിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രാദേശിക രചനയുടെ ഘടനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തലക്കെട്ട്, പിന്നെ ഉള്ളടക്കം അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പ്രസ്താവന, പിന്നെ സാക്ഷ്യപത്രം ഉണ്ടായിരിക്കണം, നന്ദി പ്രസ്താവന, പിന്നെ ആമുഖം ഉണ്ടായിരിക്കണം, പിന്നെ അധ്യായങ്ങൾ, ഉപസംഹാരം, പരാമർശങ്ങൾ ഉണ്ടായിരിക്കണം, അതുപോലെ ഗ്രന്ഥസൂചിയും. ഇതാണ് ഒരു പ്രാദേശിക ചരിത്ര രചനയുടെ ഘടന കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വലിയൊരു ചാപ്റ്ററാണ്, ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്